ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ കുറച്ച് ഗ്രൂപ്പ് ജ്യോതിഷപരമായിട്ട് എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോണത് കുംഭലഗ്നത്തിൻ്റെയും മീനലഗ്നത്തിൻ്റെയും കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു കൊച്ചിൻ്റെ, അതായത് 2019 ജനിച്ചൊരു കൊച്ചിൻ്റെ ഒരു ഗ്രഹനില ഗ്രൂപ്പിൽ കാണുകയും അവിടെ ജ്യോതിഷികൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക്, അതായത് അനാവശ്യം എന്തൊക്കെ രീതിയിലാണ് നെഗറ്റീവുകൾ പറഞ്ഞ് കൊച്ചിൻ്റെ പിതാവിന് ആ ഗ്രഹത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏതൊക്കെ രീതിയിലേക്കാണ് വളച്ചു കിട്ടി ജ്യോതിഷ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ ദയനീയം തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്ക് വെറുതെ ഒരു ഗ്രഹനില പരിശോധിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണതാണ് ജ്യോതിഷം എന്നാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് പങ്കുവെക്കണം. എങ്ങനെയാണ് ഒരു ഗ്രഹനില പങ്കുവെക്കണത്? കാരണം 6 വയസ്സുള്ളൊരു കൊച്ചിന് ഒരു ജ്യോതിഷ സ്നേഹി പറയുന്നത് പലരും ഒരുപാട് കമൻറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ കൊച്ചിൻ്റെ ജാതകമൊക്കെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ നിങ്ങൾ ഇടുമ്പോൾ നെഗറ്റീവൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും മനസ്സ് ചഞ്ചലപ്പെടരുത്. അത് ചിലപ്പോൾ നിങ്ങൾ മനോദുഃഖത്തിൽ വരും. കുടുംബത്തിൽ അത് വളരെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതാണ്. ഞാനൊരു കൊച്ചിൻ്റെ ഗ്രഹനില, നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞുതരാം. ജ്യോതിഷ പ്രതീക്ഷയും സഹായം എന്ന ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പാണ്, അതായത് ജ്യോതിഷ പ്രതീക്ഷ സഹായം. അപ്പോൾ നിങ്ങൾ എൻ്റേതാണ് ഗ്രൂപ്പ്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പം ഇത് എൻ്റെ മകൻ്റെ ജാതകമാണ്, ഇത് നോക്കി പറയാമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ജ്യോതിഷ സ്നേഹി ഇതിലേക്ക് പോസ്റ്റ് ഇരിക്കുന്നത്. അതിലൊരാൾ പറയണു, ഭാവിയിലേക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് പിടിവാനുള്ള ചാൻസുകളുണ്ട്, ശ്രദ്ധിക്കുക. മൊബൈൽ കാഴ്ചയൊക്കെ ഉണ്ടാകാം, നിർത്തിക്കൊള്ളുക എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ മൊബൈൽ ശ്രദ്ധിക്കുക. വെറുതെ ഈ ഗ്രഹനില പ്രകാരം എന്ത് കാരണം കൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉത്തരമല്ല അവർക്ക്. അതേപോലെ തന്നെ ഒരു ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത്, താങ്കളുടെ കുട്ടിക്ക് കാർക്കോടക കാളസർപ്പയാണ് ഇന്നേ വരെ ജീവിതത്തെ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ, ഞാൻ കള്ളം പറയില്ല, ഇത് എൻ്റെ മൊബൈലിൽ കണ്ടോളൂ. അതായത് ഒരു ജ്യോതിഷി സ്നേഹി പറയുന്നത്, താങ്കളുടെ കുട്ടിക്ക് കാർക്കോടക കാളസർപ്പയോഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. കാർക്കോടക സർപ്പയോഗം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് അറിയോ? പുതിയ ജ്യോതിഷ പരമായിട്ടുള്ള വാർത്തകൾ വരണമെന്നറിയോ? അതേപോലെ അതുകൊണ്ട് ഉള്ളതിനാൽ 2026 ജനുവരി മുതൽ 2028 ജൂൺ വരെ വ്യാഴദശയിലെ രാഹുവിൻ്റെ അപഹാരകാലം വളരെ അത്യന്തം അപൽക്കരമാണ്. ജാതകത്തിൽ അത്ര വലിയ ദീർഘായുസ്സൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ 2ാം ഭാവത്തിലെ പാവയോഗം സംസാര വൈകല്യത്തിന്, വിദ്യാഭ്യാസ പുരോഗതിക്കും വിഘ്നത്തിനും കാരണമാണ്. പൊതുവെ താങ്കൾ ഈ പുത്രനോർത്ത് ദുഃഖകുലനാണ് എന്നാണ് പറയുന്നത്. അത്രമാത്രമുള്ളൂ. ഇത്രയുമാണ് ഇയാൾ പറഞ്ഞിരിക്കണം. എത്ര നോക്കൂ, ഒരു കൊച്ചിനെ കുറിച്ചിട്ട് ഈ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ ദുഃഖം അനുഭവിക്കുകയുള്ളൂ, വിദ്യാപുരോഗതി ഇല്ല, കാർക്കോടക എന്തൊക്കെ അസംബന്ധമായിട്ടാണ് നിങ്ങൾ പറഞ്ഞിരിക്കണം. നോക്കി ഈ ജാതകപ്രകാരം അതിനിടയ്ക്ക് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ വേണ്ടപ്പെട്ട ഇത്രയും വേണ്ടപ്പെട്ട കമൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ജാതകം നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ പറയുന്ന ദോഷങ്ങളുണ്ടോ, കൊച്ചിന് അനുകൂലമാണോ പ്രതികൂലമാണോ, ഈ 12 രാശിയിൽ കിടക്കണ ലഗ്നം കൊണ്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ദുർഗ യൂട്യൂബ് ചാനൽ ഈ വീഡിയോസ് കാണുന്ന മുമ്പ് നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കണു, ലൈക്ക് പ്രതീക്ഷിക്കണു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം 27/8/2019 പുണർദ നക്ഷത്രം 1:05 PM ജനിച്ച ഒരു 6 വയസ്സുള്ള കൊച്ചിന് ജാതകമാണ്. അപ്പോൾ നമ്മൾ ലഗ്നം വന്നിരിക്കുന്നത് വൃശ്ചികമാണ്. ലഗ്നത്തിൽ ദിക് ബലത്തോടു കൂടി 2ഉം 5ഉം ഭാവാധിപനുണ്ട്. 2ൽ ശനിയുണ്ട്, 8ൽ ചന്ദ്രൻ, സർപ്പൻ, രവി, ബുധൻ, കുജൻ, ശുക്രൻ 10ലുണ്ട്. ഭാവാൽ ശുക്രൻ ബുധൻ 9ലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ 12 ഒക്കെ ശൂന്യമാണ്, 11, 6 ഒക്കെ ശൂന്യമാണ്. ഇതാണ് ഗ്രഹനില. അംശകം പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, അംശത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഗ്രഹനില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നോക്കൂ, 2ഉം 5ഉം ഭാവാധിപൻ ദിക് ബലത്തോട് കൂടിയിട്ട് ലഗ്നത്തിൽ വൃശ്ചിക രാശിയിൽ ദിക് ബലത്തോടു കൂടി വ്യാഴം നിൽക്കണു. നിയന്ത്രണത്തിൻ്റെ കാരകനാണ് വ്യാഴം നിയന്ത്രണത്തിൻ്റെ കാരകനാണ്. അതുമാത്രമല്ല, ഇവിടെ ലഗ്നാധിപൻ
ഇവിടെ വെറുതെ എന്തെങ്കിലും ദോഷം പറയണല്ല. ഇവിടെ നോക്കൂ, ലഗ്നാധിപൻ 10ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നേരെ 10ലേക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതാ അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ട്, അവിടെ രോഗമല്ല പറയണ്ടേ. ലഗ്നാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിക്ക് പുഷ്ടിമ പറയണം. അല്ലാതെ ഇവിടെ ഒരു ഗ്രഹനില കണ്ടിട്ട് അവിടെ അതുണ്ട് ഇതുണ്ട് ഒരാൾ പറയണു അതിൽ തന്നെ ഉണ്ട് ചന്ദ്രന്റെ കൂടെ സർപ്പനുള്ളത് കൊണ്ട് ബാലരിഷ്ടതകൾ ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ നോക്കൂ, ലഗ്നാധിപൻ 10ാം കർമ്മഭാവത്തിൽ നിന്നുകൊണ്ട് 1, 2, 3, 4 കുജന് നിൽക്കുന്ന രാശിയിലേക്ക് 4ലേക്ക് ദൃഷ്ടി. ഞാൻ ദൃഷ്ടിയുടെ ഒരു വീഡിയോ സെറ്റ് ഉണ്ട്. കുജൻ നിൽക്കുന്ന 4ലേക്ക് ദൃഷ്ടി. ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു. അത്യന്തം പവർഫുള്ളായ ഒരു എന്താ പറയാ ഒരു ഗ്രഹനില തന്നെയാണിത്. കാരണം 2ാം ഭാവം അയാളെ നിയന്ത്രണത്തിന്റെ കാരകാണ്, ദിഗ്ബലമുണ്ട്. അതുമാത്രമല്ല നമ്മുടെ 10, അതായത് ഈ 4, 7, 10 എന്ന് പറയുന്നത് നമ്മുടെ ഭാവി കാലങ്ങളാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ലഗ്ന കേന്ദ്രത്തിൽ രവി ബുധനും ലഗ്നാധിപനുമായിട്ട് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന രവിയുമായിട്ട് യോഗം ചെയ്യുന്നു. രവി ബുധൻ നിപുണയോഗം ചെയ്യുന്നു. ലഗ്ന കേന്ദ്രത്തിലാണ് പറയുന്നത്. ലഗ്ന കേന്ദ്രത്തിൽ നിപുണയോഗം ചെയ്യുന്നു. കുജനും രവിയും യോഗം, ഈ ബുധൻ ശുക്ര യോഗം നല്ലത്. ഈ എന്താ പറയാ ശുക്രനും കുജനും വലിയ കുഴപ്പമില്ല. ഈ അസാധ്യ യോഗമാണ് ലഗ്ന കേന്ദ്രത്തിൽ. നോക്കൂ, ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ ഒരു ഗ്രഹങ്ങൾ 4, 7, 10 ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ലഗ്നാധിപനും കൂടി യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത്യന്തം പവർഫുള്ളായ ഗ്രഹനിലയാണ്. ഇവിടെ ചന്ദ്രൻ 8ൽ പോയത് കൊണ്ട് 12 വയസ്സ് വരെ ബാലരിഷ്ടതാണ്. അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല. നോക്കൂ, ഇവിടെ പിന്നെ മനസ്സിന്റെ അതായത് ചന്ദ്രനും കുജനും ബന്ധപ്പെടുമ്പോഴാണ് മനസ്സിന്റെ ഒരു കാര്യം പറയുന്നത്. പക്ഷെ ശനിയും സ്വസ്ഥത, അതായത് അതൊക്കെ ഭാവിയിലേക്കുള്ള കാര്യം. ഒരു കാരണവശാലും കർക്കോടക ദോഷങ്ങളോ അല്ലെങ്കിൽ ഈ പറയണത് രാഹുവിന്റെ അപകാരം കൊണ്ട് ഈ കൊച്ചിന് 12 വയസ്സ് വരെ ദുരിതമാണ്. അല്ലെങ്കിൽ പിതാവിന് നോക്കൂ, 9ാം ഭാവം കൊണ്ടാണ് പിതാവിന് ചിന്തിക്കുന്നത്. നോക്കൂ, 9 എന്ന് പറയുന്നത് 9ാം ഭാവം 8ലേക്ക് പോയത് കൊണ്ട് കാരകൻ രവി ദുസ്ഥാനത്തിൽ, അതായത് 9ാം ഭാവം കൊണ്ടാണ് പിതാവിന് ചിന്തിക്കുന്നത്. അപ്പോൾ 9ാം ഭാവാധിപൻ 8ലേക്ക് പോയത് കൊണ്ട് നമ്മൾ പറയും അയാൾ പറയണത് ഇവിടെ കാരകനെ നോക്കിയില്ല. ചന്ദ്രൻ 8ലേക്ക് പോയത് കൊണ്ട് പിതാവിന് ദോഷ പറഞ്ഞു. പക്ഷെ കാരകൻ നോക്കൂ, ഇവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നു. കാരകൻ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പിതാവിന് ദോഷമൊന്നുമില്ല. ഇനി 4ാം ഭാവാധിപന് 4ഉം 3ഉം ഭാവാധിപൻ ലഗ്നാൽ 2ലുണ്ട്. ആ 2ലേക്ക് 4ലേക്ക് ആരുടെയൊക്കെ ദൃഷ്ടിയുണ്ട്? ബുധന്റെ ദൃഷ്ടിയുണ്ട്, ശുക്രന്റെ ദൃഷ്ടിയുണ്ട്, കുജന്റെ ലഗ്നാധിപന്റെ ദൃഷ്ടിയുണ്ട് 4ലേക്ക്. അപ്പോൾ പിതാവും മാതാവുമായിട്ടൊന്നും അകലിച്ച് വരാൻ സാധ്യത കുറവാണ്. പിന്നെ മനസ്സ് ഈ ശനിയും ചന്ദ്രനെ ബന്ധപ്പെടുമ്പോൾ ആൾക്കാർ ഇയാൾ പറയൂ എന്താ സന്യാസി യോഗം എന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ല. മനസ്സ് ഈ കുറച്ച് കാലം സമയത്ത് മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. അല്ലാതെ വേറെ ഒരു ദോഷം ഈ ജാതകപ്രകാരം ഒരു ദോഷവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല 2ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ എല്ലാവരും പറയും ശനി 2ൽ നിന്നാൽ വിദ്യ കിട്ടില്ല എന്ന്. നോക്കൂ, 2ലേക്ക് 8ൽ നിൽക്കുന്ന ചന്ദ്രൻ 8ലായി നിൽക്കുന്ന രാശി ചന്ദ്രന്റെ ദൃഷ്ടി. ചന്ദ്രൻ എന്ന് പറഞ്ഞ ടീച്ചർ മേഖല, പ്രൊഫസറി മേഖല. ഈ ചന്ദ്രനും പാണ്ഡിത്യത്തിന്റെ ഒരു ഇതുണ്ട്. അതേപോലെ ജ്യോതിഷം കൈകാര്യം ചെയ്യാം. പിന്നെ നിങ്ങൾ പറയും നമ്മളൊരു കോളേജ് ലെവല്. അതേപോലെ തന്നെ ഈ കുജൻ എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്. അതിൽ കുജന്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കുണ്ട്, ചന്ദ്രന്റെ ദൃഷ്ടിയുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചിന് ഈ 2027, അതായത് 2027 എന്ന് പറഞ്ഞാൽ 2025 മെയ് മുതൽ അതിന് വരുന്ന മെയ് മുതൽ വ്യാഴം ലഗ്നാധിപൻ 8ലൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷേ 8ലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ ക്ലേശം ഉണ്ടാകും. എന്നിരുന്നാലും 8ൽ നിന്ന് 2ലേക്ക് ദൃഷ്ടിയുണ്ട്. അവിടെയും ഈ 2ൽ നിന്ന് ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിയന്ത്രണമുണ്ട്. വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് ഇവിടെ വിദ്യാഭ്യാസം നോക്കിയാലോ. ഇവിടെ കൊച്ചു 6 വയസ്സുള്ള വിദ്യാഭ്യാസം എന്തായാലും നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന്. ഇവിടെ 2ാം ഭാവം കൊണ്ട് ശനിയാണ് നിൽക്കുന്നത്. 2 ശനി പറയും വിദ്യാഭ്യാസം കിട്ടില്ല. നോക്കൂ, 2ാം ഭാവാധിപൻ പാണ്ഡിത്യം, ഒരു ജ്ഞാനത്വം, ഒരു വിഷയം പഠിച്ച് ഈ വ്യാഴം എന്ന് പറയുന്നത് നിഗൂഢ ശാസ്ത്രങ്ങളിൽ, അതായത് ഒളിഞ്ഞു കിടക്കുന്ന അറിവുകൾ കണ്ടുപിടിച്ച് പുറലോകത്ത് എത്തിക്കുന്നവരാണ്. ആ 2ാം ഭാവാധിപൻ ഗുരു ലഗ്നത്തിൽ നിൽക്കുകയാണ്. ഒരു വിഷയം പഠിച്ചിട്ട് ആ വിഷയത്തിൽ പ്രാപിക്കും. ഒരു വിഷയം പഠിച്ച് ആ വിഷയത്തിൽ എന്താ പറയുക റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു നല്ലൊരു ജാതകമാണ്.
അതുമാത്രമല്ല നോക്കൂ, ഈ രണ്ടാം വിദ്യാകാരകൻ ബുധൻ 10ാം ഭാവത്തിൽ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്ത് ഭാവാൽ 9ലേക്ക് മാറിക്കഴിഞ്ഞു. അസാധ്യ വിദ്യാഭ്യാസം. ഇതിൽ കൂടെ എന്താ പറഞ്ഞത്, ഇയാളാണ് പറഞ്ഞത് ഈ കൊച്ചിനെ കൊണ്ട് ക്ലേശകരമാണ്. കാരണം ഇവിടെ ഇയാൾ പറഞ്ഞ മരണദുഃഖം പോലുള്ള ദുഃഖമാണ് ഈ പറഞ്ഞ ജ്യോതിഷ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വിചാരിക്കണു. അപ്പോൾ ഒരു കാരണം വെച്ചാൽ കൊച്ചിന് മറ്റേ മരണദുഃഖ കാര്യം, കാരണം കൊച്ചിന് ദിക്ബലത്തോട് വ്യാഴമുള്ളത് കൊണ്ട് ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പക്ഷെ ചാരവശാൽ ലഗ്നാധിപൻ ഈ ഒരു മാസക്കാലം കർക്കിടക രാശി സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ ബാലാരിഷ്ടം ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് കുറച്ച് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഇനിയിപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ, ഭാവത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ നല്ല അനുകൂലം കൊടുക്കും. ഇങ്ങനെയാണ് ഒരു ഗ്രഹനില ചിന്തിക്കുന്നത്. നോക്കൂ, കർമ്മഭാവം വിദ്യാകാരകൻ ഈ രണ്ടാം ഭാവ ലഗ്നത്തിലുണ്ട്, നല്ലതാണ്. വിദ്യാകാരകൻ ബുധൻ രവിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു, നിപുണയോഗം പ്രദാനം ചെയ്യുന്നു. അതുമാത്രമല്ല ഭാവാൽ വിദ്യാകാരൻ 9ലേക്ക് ഭാഗ്യസ്ഥാനക്ക് ശുഭന്റെ രാശിയിലേക്ക് മാറിക്കഴിഞ്ഞു. 8ഉം 11ഉം ഭാവാധിപനാണ് ബുധനും രവിയും 10ാം ഭാവത്തിൽ നിപുണ യോഗം ചെയ്തു നിൽക്കുന്നു. രവിയും ബുധനും യോഗം ചെയ്യുമ്പോൾ രംഗകലകളിൽ നിന്നും ആയുധ കലകളിൽ നിന്നും വരുമാനം, അതായത് രവി എന്ന് പറയുന്നത് ആയുധ മേഖല, വൈദ്യ മേഖല, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ജോലി കിട്ടാനൊക്കെ വളരെ സാധ്യത കൂടുതൽ ഒരു ഗ്രഹനിലയാണ്. അതുമാത്രമല്ല കുജൻ എന്ന് പറയുന്നത് ലഗ്നത്തിലേക്ക് കുജന്റെ ദൃഷ്ടി, കർമ്മഭാവത്തിലേക്ക് കുജന്റെ ദൃഷ്ടി വരുമ്പോൾ ഒരു പോലീസ് മേഖല, പട്ടാളം, നേവി, മിലിറ്ററി, ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായ ജോലി, അതുപോലെ തന്നെ കുജനും ബുധനും യോഗം ബാഹുയോധ, അതാണ് കുജനും ബുധനും യോഗം ബാഹുയോധ, അസാധ്യ യോഗമാണ്. ഈ ഗ്രഹനിലയെ പിടിച്ചിട്ടാണ് ഈ കൊച്ചിനെ കൊണ്ട് ഗുണമില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഒരു നിങ്ങൾ ദൈവത്തോർത്ത് മാതാപിതാക്കള് നിങ്ങളെ കൊച്ചിൻ്റെ ഗ്രഹനില നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾ അനാവശ്യം നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയിട്ട് ആരെ കയ്യിലേക്കും ഒരു ജ്യോതിഷന് കയ്യിലേക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക ഓരോ നിമിഷം കൊച്ചിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത്. കാരണം ജീവിതകാലം വരെ നിങ്ങൾ ഇത് അനുഭവിക്കും. കാരണം ചെറിയ ഇവിടെ നോക്കൂ, അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു 2 ലഗ്നത്തിൽ ഗുളിയനുണ്ടെങ്കിൽ ഈ കൊച്ചിന് ആയുസ് കുറവുണ്ടെന്നാണ് പറയണത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഈ കൊച്ചിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് 2ാം ഭാഗത്തിൽ ശീലം നിൽക്കുന്നത് വിദ്യ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 8ൽ സർപ്പുള്ളത് കൊണ്ട് ഈ 12 വയസ്സ് വരെ എന്തൊരു കാര്യം പറഞ്ഞ ഈ ഗുളിയൻ നോക്കൂ. ഇവിടെ വ്യാഴം, പവർഫുള്ളായ വ്യാഴം 2ാം ഭാവത്തില് ദിഗ്ബലത്തോടു കൂടി നിൽക്കുമ്പോൾ ഈ ഗുളിയൻ എന്തിന് പിന്നെ അവിടെ ഈ ഗുളിയൻ നമുക്ക് വേണ്ട. ഇവിടെ ഇതാണ് പവർഫുള്ളായ ഗ്രഹം അവിടെ നിൽക്കുകയാണ്, ഗുളിയൻ നമ്മളെ ഗ്രഹനിലയിൽ വേണ്ട. എന്നിട്ട് കർക്കോടക കാളസർപ്പയോഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ജനങ്ങളെ വഴി തെറ്റിക്കുക, അല്ലെങ്കിൽ പടുകുടിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ 12 രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളാ എങ്ങനെയൊക്കെ അടിസ്ഥാനം നോക്കിയിട്ട് അത് വിശകലനം ചെയ്ത് അത് കൃത്യമായിട്ട് ആ കൊച്ചിന് കൊടുക്കേണ്ടത് ഈ നെഗറ്റീവുകളെ പോസിറ്റീവായിട്ട് 6 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചിട്ട് അവരുടെ ഗ്രഹനില ഗ്രൂപ്പിലിട്ടിട്ട് 10 പേരുടെ അഭിപ്രായം കേൾക്കാതെ നിങ്ങൾ ഒരു ജ്യോതിഷന്, അത് നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അതിനുള്ള കാര്യങ്ങൾ പരിഹാരം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട്. അല്ലാണ്ട് നിങ്ങൾ കൊച്ചുങ്ങളുടെ ഗ്രഹനില ഫേസ്ബുക്കിൽ കൂടിയോ യൂട്യൂബിൽ കൂടെ വന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതകാലം വരെ ഉണ്ണുന്ന ചോറിന് പോലും മനസ്സമാധാനം ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് പോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും പവർഫുള്ളായ ഗ്രഹനില പിടിച്ചിട്ട് ആ കൊച്ചിനെ പിടിച്ചിട്ട് ദോഷം പറയാൻ നിങ്ങൾ ചിന്തിച്ചേക്ക്. ഇങ്ങനെയാണ് ഒരു ഗ്രഹനില ചിന്തിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് കേട്ട് മുന്നോട്ട് പോകരുത്. ഇത് പറയാൻ കാരണം നിങ്ങൾ അറിവിലേക്ക് പറയണം. കാരണം ഇവിടെ നോക്കൂ, 4ാം ഭാവത്തിലേക്ക് രവി ബുധൻ കുജൻ 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4 മാതാവിനെ ചിന്തിക്കണ. ഇവിടെ ഗുരു ലഗ്നത്തിലേക്ക് 7ലേക്ക് ദൃഷ്ടി, വിവാഹ ഭാവത്തിലേക്ക് വേറെ ഒരു ദോഷവും കാണുന്നില്ല. കാരണം അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഈ കൊച്ചിന് 24, 22, 23 വയസ്സാകുമ്പോഴേക്കും ഒരു ഉന്നതി വിദ്യാഭ്യാസം നേടി നല്ലൊരു അതാ കൊച്ചിൻ്റെ കഴിവ് അനുസരിച്ച് ഒരു ഡോക്ടറേറ്റോ അല്ലെങ്കിൽ ഒരു IPS അല്ലെങ്കിൽ ഒരു പോലീസോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും മേഖലയും ഒക്കെയൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പക്ഷിഗ്രഹമാണ് ശനി. സ്വന്തമായിട്ട് പിതാവിൽ നിന്നുള്ള അച്ഛൻ, അതായത് നമ്മളെ കുടുംബ സ്വത്തൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. പക്ഷെ പ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചിൻ്റെ ഈ നല്ല മുന്നോട്ട് പോകേണ്ട ഒരു കൊച്ചാണ്. 6 വയസ്സായുള്ളൂ, ഇനിയും ഒരുപാട് കാലങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ ജാതകം നോക്കി നിങ്ങൾ പലയിടത്തും കൊടുത്ത് നെഗറ്റീവായിട്ട് കേൾക്കരുത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോസിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോകൾ നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.